ഹലോ ചേച്ചി, ഞാൻ വീട്ടിലുണ്ട് ചേച്ചി. വീട്ടിലുണ്ട്. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇതാ ഒരു അച്ചാറിലേക്ക് കിടക്കുകയാണ് കേട്ടോ. മീനച്ചാറ്. ഇത് വെള്ളപ്പേതൽ എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളപ്പേതൽ എന്ന് പറയുന്നത് ഈ മീനിന് കേട്ടോ. ഇതൊരു 1.25 കിലോ മീനുണ്ട്. ഒരു ഫുൾ മീൻ മേടിച്ചിട്ട് അതിൻ്റെ അച്ചാറിനുള്ള പീസുകൾ കട്ട് ചെയ്തിട്ട് ബാക്കിയിട്ട് നമ്മൾ തലയടക്കം മീൻ കറി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ബാക്കി നല്ല കഷ്ണങ്ങളെടുത്ത് അച്ചാറിൻ്റെ പരുവത്തിൽ മുറിപ്പിച്ച് കൊണ്ടുവന്നു. അപ്പം ഞാനന്ന് അത് അച്ചാറിട്ട് വെച്ചു. മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തു വിടാൻ വേണ്ടി, മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കിയത് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയേണ്ട അച്ചാർ. അപ്പോൾ ആദ്യം നമ്മൾ മീനെ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുറച്ച് നേരം, എന്നിട്ടത് വാരി നമ്മൾ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളം ഫുള്ളും വാർന്ന് നന്നായിട്ട് പോയി, എല്ലാ വെള്ളം പോയതിൻ്റെ ശേഷം അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ നേരം അവിടെ വെച്ചു കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ മുളകൊക്കെ പിടിക്കും, വറക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായി വെള്ളം വാർന്നതിന് ശേഷം വേണം നമ്മൾ ഈ പൊടികളൊക്കെ അതിനകത്തിട്ട്, കുറച്ച് പൊടി ഇട്ടാൽ മതി. നമുക്ക് മീനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പൊടിയും ഉപ്പും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വറക്കാനുള്ള പൊടി അന്നേരം കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ മുളകും മഞ്ഞളും ഉപ്പും മാത്രം ആ മീനിനകത്ത് നന്നായിട്ട് പുരട്ടി ഒരു 1.5 മണിക്കൂർ ഇരുന്നു. എൻ്റെ മറ്റുള്ള ജോലികൾ കഴിഞ്ഞിടം വരെ അവിടെ ഇരുന്നു കേട്ടോ. അതിൻ്റെ ശേഷമാണ് അത് ഫുള്ള് നമ്മൾ വറുത്തെടുക്കണം. വറുത്ത് കോരുക എന്ന് പറഞ്ഞാൽ ഫുള്ള് എണ്ണയ്ക്കകത്തിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ മീൻ വറുക്കണ പോലെ തന്നെ വെച്ചു, കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് വറുത്ത് പിന്നെ ആ ഒരു ഭാഗം ഇരിഞ്ഞതിന് ശേഷം തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മറച്ചിട്ട് അങ്ങനെയാണ് ആ മീൻ പിന്നെ നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഫുള്ള് എണ്ണയ്ക്കകത്തിട്ടിട്ട് കോരി എടുക്കുന്ന രീതിയൊന്നുമല്ല. കുറച്ച് നമുക്ക് എണ്ണ ചിലവാകുകയും ചെയ്യും. അപ്പോൾ ഈ എണ്ണ തന്നെ നമുക്ക് അച്ചാറിന് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ആ മീൻ വറുത്തെടുത്തു. 4-5 പ്രാവശ്യം കൊണ്ട് കേട്ടോ ഈ 1.5 കിലോ മീൻ വറുത്തെടുത്തത്. അപ്പോൾ വറുത്ത് കോരി വെച്ചു. ഇനിയിപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ അച്ചാറിടാൻ പോകുന്നത് കേട്ടോ. ഇനി ആ എണ്ണ തന്നെ മതി നമുക്ക് അച്ചാറിടാനായിട്ട്. ആ എണ്ണയ്ക്കകത്തേക്ക് ഇനി നമ്മൾ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. നല്ലോണം അരച്ചത് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അച്ചാറിന് ഒരു ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ. അല്ലാതെ ഒത്തിരി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ മുളക് ധാരാളം ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവാകും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ഗ്രേവി ഉണ്ടാവും. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മൾ ആദ്യം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരച്ച് ഈ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വരയ്ക്കണം. നന്നായിട്ട് പറഞ്ഞാൽ അത്രയും നമുക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ നന്നായി പിന്നെ വരച്ചതിന് ശേഷം അതിനകത്തേക്ക് ഈ മീനിനാവശ്യമായ, നമ്മൾക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ഇടണം. മുളക് പൊടി ഞാൻ സാധാ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാശ്മീരി മുളക് പൊടിയൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായില്ല. അപ്പോൾ ആ മുളക് പൊടി തന്നെയാണ് എരിവിനാവശ്യമായി ഇട്ടത്. ആ മുളക് പൊടി പിന്നെ ആ മീനിനാവശ്യമായ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, തിരുമ്മി വെച്ചതല്ലേ. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും ഒരു സ്പൂണ് കായപ്പൊടിയും ഇവിടെ പിന്നെ നമ്മളതിലിട്ടിട്ട് മൂപ്പിക്കണം. ഈ ഇഞ്ചി പേസ്റ്റും ഒക്കെ കുറച്ച് നമുക്ക് കുറച്ച് സമയം പിടിക്കും, കുറച്ചധികം ഉണ്ട് കേട്ടോ. അപ്പോൾ 1.5 കിലോ മീനുള്ളതുകൊണ്ട് 1.25 കിലോ ഒക്കെ ഉണ്ടാവുമായിരിക്കും. അതിനുള്ള മീനുള്ളതുകൊണ്ട് കുറച്ചധികം പേസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് അത് നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അച്ചാറല്ലേ, അച്ചാറിന് ഇത്തിരി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചധികം ഉള്ളതുകൊണ്ട് കുറച്ച് ഇരിക്കേണ്ടതല്ലേ. അത് കാരണം നന്നായിട്ട് പിന്നെ വരണ്ട് വരാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചു. ഇത്തിരി സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണിത്. പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ കുറച്ച് പാടുമാണ്. അപ്പോൾ അത് വരണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പൊടികളൊക്കെ ചേർത്തത് കേട്ടോ. ഒക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാകണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കേട്ടോ. ആ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് പിന്നെ നമ്മൾ കായപ്പൊടി ഇട്ടുണ്ടോ. കായപ്പൊടി ഇട്ടത്
ഞാൻ എൻ്റെ സംസാരം നീണ്ടു പോകുന്നു, പണി പതുക്കെ വരണം അല്ലേ? നിങ്ങളങ്ങനെ വിചാരിച്ചില്ലേ? അങ്ങനത്തെ ഒരു കുഴപ്പമൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുരുമുളക് വന്നു, മുളക് വന്നു, മഞ്ഞൾ വന്നു, എല്ലാം വന്നു കേട്ടോ. ഇനി കായം കൂടെ വന്നു കഴിഞ്ഞാൽ അച്ചാറിൻ്റെ മസാലകളൊക്കെ ആയി. അതൊന്ന് നന്നായിട്ട് ചെറിയ തീയിലിരിക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ അറിയാതെ നമ്മൾ സ്റ്റൗ പിന്നെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയും കൂടിയാണ്. എന്നെപ്പോലെയുള്ളവർക്കൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് മറന്നൊക്കെ പോകണമല്ലേ. അപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു സ്പൂണ് കായപ്പൊടി ഇട്ടു കേട്ടോ. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ വിനാഗിരി, ഒരു മീനച്ചാറിന് എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് ഗ്രേവിയുടെ ചാറിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ടു കേട്ടോ. നമ്മൾ ആദ്യം മുളക് മീനിനുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ആ മസാലയ്ക്കുള്ള ഉപ്പ് ഇപ്പോഴാണ് ഇട്ടത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കും. വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കെന്തായാലും മീനച്ചാറിന് പുളി വേണം. അപ്പോൾ ആ വിനാഗിരി ഒഴിച്ചിട്ട് അത് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വരുമ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് മീനിടുക. അപ്പോൾ ഈ വിനാഗിരിക്കൊരു ഇതുണ്ട്. വിനാഗിരി നമ്മൾ പെട്ടെന്ന് എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഗ്ലാസ് വിനാഗിരി ഒരു ഗ്ലാസ് തിളപ്പിച്ച് കുറച്ച് ചൂടാറിയ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി ആക്കാം. പക്ഷേ ഇത് വെച്ചേക്കാനാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാറില്ല. അപ്പോൾ ഇരിക്കുമ്പോൾ അത് അത്ര നന്നായിരിക്കില്ല വെള്ളം ഒഴിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. അത് കുറച്ചധികം മീനുള്ളത് കൊണ്ട് വെള്ളം ചേർത്തിട്ടില്ല. ഇതിന് ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വിനാഗിരി ഒരു 1.5 ഗ്ലാസ് വിനാഗിരി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പോലും അത് ആ കഷ്ണത്തിലേക്ക് പിടിക്കുമ്പോൾ, അത് കുടിക്കുമ്പോൾ നമുക്ക് പുളി അധികം ആവുകയില്ല, അധികം ഗ്രേവി ഉണ്ടാവുകയില്ല. വീണ്ടും അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇടുക. നല്ല അടിപൊളി കേട്ടോ, നല്ല രസമാണ്. ഗ്രേവിയൊക്കെ നല്ല രസമാണ്. പിന്നെ ഞാനിതിനകത്ത് നിങ്ങൾ കണ്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഒരു കഷ്ണം ബെല്ലം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാതെ പോയി. അപ്പോൾ അത് ഒരു കഷ്ണം ബെല്ലം ഇടുമ്പോൾ നമുക്ക് ഈ ഉപ്പും മുളകും എരിവും പുളി എല്ലാം കൂടെ ഒന്ന് സെറ്റാവും കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി, സോറി. അപ്പോൾ അതായത് നല്ല സൂപ്പർ അച്ചാറായില്ലേ? നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് അച്ചാറിന്. നല്ല കഷ്ണം മീൻ കൊണ്ട് ഏത് മീനും കൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം കേട്ടോ. മത്തി കൊണ്ട് വരെ അച്ചാറുണ്ടാക്കാം. പക്ഷേ ഇതാണെങ്കിൽ പിന്നെ മുള്ളില്ലാതെ മക്കൾക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമില്ലേ? നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നില്ലേ? ഒരു കഷ്ണവും ഒരു സ്പൂണ് അച്ചാറെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാൻ പറ്റും. വീട്ടിൽ മറ്റുള്ള കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ അച്ചാർ കൂട്ടി മാത്രമേ ചോറുണ്ണാൻ പറ്റും. പെട്ടെന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, മക്കൾക്ക് സ്കൂളിൽ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ കുറച്ച് ആദ്യം നമ്മൾ ഒരു ദിവസം നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണമെന്ന് മാത്രം. പിന്നെ നമ്മൾ കുറേ ദിവസത്തേക്ക് സൂക്ഷിച്ചാൽ നമുക്ക് നല്ല ചോറുണ്ണാനോ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനോ ഒക്കെ പറ്റും. പിന്നെ ഞാനത് ഈ അലൂമിനിയത്തിൻ്റെ നല്ല ഉരുളിയാണ്, എന്നാലും അതിൽ പുളി അധികം വെക്കാൻ പാടില്ല. അപ്പം ഞാൻ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് അച്ചാർ മാറ്റി വയ്ക്കുക. ഇനി അത് അവിടെ ഇരുന്ന് തണുത്തതിൻ്റെ ശേഷം കുപ്പി ഭരണികളിലാക്കണം. ഇന്ന് ഹെൽപ്പിന് ആരും ഉണ്ടായില്ല, എനിക്കത് കാരണം ഞാൻ തനിച്ചുള്ളൂ. അപ്പം അതിൻ്റെ കുറവുകളുണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ. നിങ്ങൾ സദയം ക്ഷമിക്കുക. ഇത്രയും ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ എന്നോട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് പറയണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബറൊക്കെ കുറവാണ്. ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണേ. അങ്ങനെ എൻ്റെ വീഡിയോ ഇവിടെ തീർന്നു കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വർഷം വരുവാണ്. സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.